ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ്. ഞാൻ ആമസോൺ വഴി ഒരു പ്രൊഡക്റ്റ് വാങ്ങി. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ 2-3 ദിവസമൊക്കെ ട്രാവൽ ചെയ്യാറുണ്ട്. അപ്പോൾ കൂടുതലും രാത്രി സ്റ്റേ ചെയ്യുമ്പോൾ ചിലപ്പോൾ റൂമൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ അങ്ങനെ റൂമൊന്നും കിട്ടാത്തൊരു ഏരിയയിലൊക്കെ ആണെങ്കിൽ ഞാനൊരു ടെൻറ്റ് വാങ്ങാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ടെൻ്റ് ആണെങ്കിൽ നമുക്ക് നല്ലൊരു സ്ഥലത്ത് സ്റ്റേ ചെയ്യണമെന്ന് തോന്നിയാൽ അവിടെ രാത്രി തങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂടാരം. അപ്പോൾ അങ്ങനെ ഒന്ന് ഞാൻ വാങ്ങണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അടുത്ത് പഴനി പോയപ്പോൾ പഴനി വഴി മൂന്നാർ അങ്ങനെ ചുറ്റിയപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നത്. ഒരു ടെൻ്റ് ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്നൊരു തോന്നലുണ്ടായി. അപ്പോൾ ഞാൻ ആമസോൺ വഴി ഒരു ടെൻറ്റ് വാങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ പ്രോഡക്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് അത് ഫിറ്റ് ചെയ്യണത്, കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ അല്ലേ? കമോൺ. നല്ലൊരു കാർഡ്ബോർഡ് ബോക്സിലൊക്കെ പാക്ക് ചെയ്തിട്ടാണ് ഇതുള്ളത്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. ഇവിടെ നിന്ന് അങ്ങോട്ട് കീറാം. ഓക്കെ, അഞ്ചാറ് ദിവസം കൊണ്ട് ഞാൻ ഓർഡർ ചെയ്തതിന് ശേഷം ഒരു 5-6 ദിവസം കൊണ്ട് എത്തിയ സാധനം കയ്യിൽ. അപ്പോൾ ഇതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ബാഗിലായിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഉള്ളത്. ഇതാണ് ബോക്സ്. ഓക്കെ, നല്ലൊരു ബാഗാണ്. ഓക്കെ, അപ്പോൾ അത് ആമസോണിൻ്റെ ബില്ലൊക്കെ ഉണ്ട് ഇതിൽ. നമുക്കിതിന് റേറ്റ് വന്നിരിക്കുന്നത് 999 രൂപയാണ്. പക്ഷേ ഞാനിത് ബുക്ക് ചെയ്തതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ 899 രൂപയ്ക്ക് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ഓർഡർ ചെയ്തതിനേക്കാളും 100 രൂപ കുറവ്. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. 999 രൂപ, 1000 രൂപയ്ക്ക് അടുത്ത്. ഓക്കെ, 1000 രൂപ. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം. ഇതാ, നല്ലൊരു ബാഗൊക്കെ ഉണ്ട്, സിമ്പിളാണ്. നമുക്കിതെങ്ങനെ ഫിറ്റ് ചെയ്യണമെന്ന് എങ്ങനെയൊക്കെ നോക്കി നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ഇതെങ്ങനെ തുറക്കുമ്പോൾ ഇതാ ഇതിൻ്റെ ബാഗ്. അതിൽ ഇതിൻ്റെ സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കവറിൽ ഉണ്ട്. അത്യാവശ്യം ഉറപ്പുള്ള സ്റ്റിക്കുകൾ തന്നെയാണ്. കുറച്ചൊരു വെയിറ്റ് ഒക്കെ ഉണ്ട്. പിന്നെ ഒരു കവറിലുള്ളത് ഇങ്ങനെ ഒരു കുറച്ച് കമ്പികളാണ്. അങ്ങനെ ബെൻഡായിട്ടുള്ള ഒരു 4 എണ്ണം. മെയിൻ സാധനം ഇത് വാട്ടർ പ്രൂഫാണ് എന്നാണ് പറയുന്നത്. അല്ല, വാട്ടർ പ്രൂഫാണ്. ഞാൻ നോക്കി തന്നെ വാങ്ങിയത്. ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റാണ് നമ്മുടെ ഈ ടെൻറ്റ്. ഓക്കെ, നമുക്കിതെങ്ങനെ ഫിറ്റ് ചെയ്യണമെന്ന് നോക്കി നോക്കാം. ഇതാ ഈ ഒരു സ്റ്റിക്കില്ലേ, ഈ ഒരു സ്റ്റിക്ക് ഇത് ഇങ്ങനെ ഒരു മടക്ക് പോലെയൊക്കെയാണ്. പക്ഷേ ഈ ഒരു ഗ്യാപ്പിൽ എന്താണെന്ന് വെച്ചാൽ ഇതാ ഇങ്ങനെ ഒരു വള്ളിയുണ്ട്, എലാസ്റ്റിക്. അപ്പോൾ ഈ ഒരു ലോക്ക് ഇങ്ങനെ ലോക്ക് ചെയ്യണം. എന്നിട്ട് ഇതൊരു വടി പോലെ ആക്കണം. ഓക്കെ, ഇതിങ്ങനെ ലോക്ക് ചെയ്ത് ഇതിപ്പോൾ രണ്ടാമത്തെ ലോക്ക് ചെയ്തു. ഇത് ഇങ്ങനെ ലോക്ക് ചെയ്യാം. ഇതൊന്നാണ് കേട്ടോ. ഓക്കെ, ഇതാ ഇങ്ങനൊരു കണ്ടില്ലേ, ഒരു വടി പോലെ നല്ല നീളത്തിൽ അത് ജോയിൻ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു വടി പോലെയായി. ആ ബാക്ക്ഗ്രൗണ്ടിൽ മയിൽ കാര്യങ്ങളുടെ സൗണ്ടാണ് കേൾക്കുന്നത്. ഇതൊന്ന് ജോയിൻ്റ് ചെയ്തു. ഇനി നമുക്ക് രണ്ടാമത്തത് ഇതുപോലെ ജോയിൻ്റ് ചെയ്യാം. രണ്ടാമത്തതും അതുപോലെ ഇങ്ങനെ അങ്ങനെ നമ്മൾ രണ്ടാമത്തെ വടിയും ജോയിൻ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതായിട്ട് കൂട്ടി യോജിപ്പിക്കാൻ പോവുകയാണ്. ഇത് ഈ ബ്ലാക്ക് കളർ കണ്ടില്ലേ, ഇതാണ് അടിവശം. ഇതിൻ്റെ അടിവശം ഇതാണ്. അപ്പോൾ അത് അടിയിൽ വരുന്ന രീതിയിൽ നമ്മൾ ആദ്യം ഒന്ന് വിരിക്കുക. ജസ്റ്റ് ഒന്ന് അത് അടി വരുന്ന രീതിയിൽ നമ്മളൊന്ന് വിരിക്കുക. കണ്ടില്ലേ? ഇനിയാണ് നമ്മൾ ആ കമ്പികൾ ആ പൈപ്പുകൾ ജോയിൻ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ ഷീറ്റ് ശ്രദ്ധിച്ചാൽ അറിയാം, അതിൻ്റെ താഴത്തായിട്ട് ഇങ്ങനെ ഒരു ലോക്ക് ഉണ്ടാവും. ലോക്ക് പോലെ ഒരു 2 ഹോളുള്ള ഒരു ഇത് കാണാം. പിന്നെ അവിടെ നിന്ന് മേലേക്ക് വന്നാൽ ഇതാ ഇങ്ങനെ ഒരു മടക്കാക്കിയിട്ട് ഇതിലൂടെയാണ് ആ പൈപ്പ് കയറ്റേണ്ടത്. ഓക്കെ, അപ്പോൾ അതിങ്ങനെ ഇത് കുറച്ച് ദൂരം അതിങ്ങനെ കാണാം. ഈ ഒരു ഹോൾ കണ്ടില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാർട്ടിങ്, അതിലൂടെ ഈ പൈപ്പ് അങ്ങനെ കയറ്റി വിടുക. ഈ ഒരു ഗ്യാപ്പിൽ കൂടെ നമ്മൾ ആ പൈപ്പ് കയറ്റി വിട്ടതിന് ശേഷം പിന്നെ ചെറിയൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഇതാ വീണ്ടും ഇവിടെ അതുപോലെ കാണാം. അപ്പോൾ അതിലൂടെ ഈ പൈപ്പ് കയറ്റി വിടുക. ഓക്കെ, അപ്പോൾ അത് കണ്ടില്ലേ, ഇങ്ങനെയാണ് ഇപ്പോൾ അത് കാണുന്നത്.
ഇനി നമ്മൾ അടുത്ത പൈപ്പും ഇതുപോലെ അതിങ്ങനെ ക്രോസ് ആയിട്ടാണ് വരുന്നത്. അടുത്തതും അതുപോലെ ചെയ്യുക. ഇത് പ്ലസ് ആയിട്ടാണ് ഇതിൻ്റെ ആ ഒരു ഈ പൈപ്പ് കയറ്റുന്ന രീതിയുള്ളത്, പ്ലസ് ആയിട്ടാണ്. അപ്പോൾ അടുത്തതും അതുപോലെ നമുക്ക് ചെയ്യാം. ഒന്നാമത്തെ കഴിഞ്ഞു, പിന്നെ ഇത് മേലെ കൂടെ അടുത്തൊരു ജോയിൻറ്റ്. ഒന്നാമത്തെ കഴിഞ്ഞു, പിന്നെ അടുത്തൊരു ജോയിൻറ്റിലേക്ക് നമ്മളത് ഫില്ല് ചെയ്യണം. ഇതിങ്ങനെ ആക്കിയതിന് ശേഷം ഇതിൻ്റെ അറ്റല്ലേ, ഇതിൻ്റെ അറ്റാണ് നമ്മൾ നേരത്തെ കാണിച്ച ഈ ഒരു ഹോൾ ഉണ്ടാവും. ആ ഒരു ഹോളിൽ നമ്മളിങ്ങനെ ജോയിൻ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ മറ്റേ അറ്റവും അതേപോലെ തന്നെ ചെയ്യാം. മറ്റേ അറ്റവും അതുപോലെ തന്നെ ഇങ്ങനെ ബെൻഡായി ഈ ഒരു ഹോളിൽ. ഓക്കെ, അതുപോലെ തന്നെ മറ്റ് 4 വശങ്ങളും അതുപോലെ നമ്മൾ അങ്ങനെ ജോയിൻ്റ് ചെയ്യുക. കണ്ടില്ലേ, ഇതുപോലെ ജോയിൻ്റ് ചെയ്യുക. മെയിനായിട്ടെന്ന് പറയുന്നത് ഇത് സെൻട്രൽ ഒരു പൈപ്പ് കൂട്ടിക്കെട്ടുന്ന ഒരു വള്ളി ഇവിടെ കാണാം. അത് വെച്ച് നമ്മളവിടെ അത് കൂട്ടിക്കെട്ടുക. പിന്നെ ഇതിൻ്റെ ഡോറ് നമുക്ക് കൊതുകൊന്നും കടിക്കാതിരിക്കാനുള്ള നെറ്റ് പോലുള്ളതുണ്ട്. പിന്നെ മൊത്തം നമുക്ക് കവർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഡോറ് നമുക്ക് കാണാം. പിന്നെ ഇതിൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഇത് 4 എണ്ണം ഉണ്ട്. ഇതിനെ 4 മൂലയിലായിട്ട് ആ ഒരു ഹോള് 2 ഹോൾ ഉണ്ടാവും. ഒരു ഹോളിലാണ് നമ്മൾ ഈ പൈപ്പ് കയറ്റിയത്, വേറൊരു ഹോൾ ഉണ്ടാവും. ഇത് നമ്മളിതിങ്ങനെ കണ്ടില്ലേ, ഇങ്ങനെ ഒരു ഇതാണ് കേട് പോലെ. ഇതിങ്ങനെ ഈ ഹോളിൽ പ്രസ് ചെയ്തിട്ട് ഇതിങ്ങനെ ഭൂമിയോട് ബന്ധിപ്പിക്കുന്നതാണ്. അതായത് ഇങ്ങനെ വലിയ കാറ്റൊക്കെ ഉണ്ടായാലും അങ്ങനെ പാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഭൂമിയോട് ബന്ധിപ്പിക്കേണ്ട. അങ്ങനെ 4 മൂലയിലായിട്ട് അതങ്ങനെ ഫിറ്റ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, ഇതിൻ്റെ ഉൾവശമാണത്. നമ്മളൊരു പേഴ്സൺ ഇത് ഓക്കെയാണ്. പിന്നെ ബാഗും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ഇവിടെ ഈ ഒരു സ്പേസിൽ വെച്ചാൽ, പിന്നെ ബാഗും സാധനങ്ങളൊക്കെ നമുക്ക് ഈ സൈഡിൽ വെക്കുകയാണെങ്കിൽ ഒരാൾക്ക് ഓക്കെയാണ്. അയ്യോ ചത്തേ, ഇതാ കണ്ടില്ലേ, ഹൈറ്റൊക്കെ ഏകദേശം കറക്റ്റാണ്. കണ്ടെത്താൽ അവിടെ മുട്ടി കാലും ഓക്കെയാണ്. ഓക്കെ, ഇവിടെ നിന്നുള്ളൊരു വ്യൂ കണ്ടില്ലേ, ഇതൊരു മൈതാനത്താണ് ഞാനിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ടെൻറ്റ് ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്, നമ്മൾ സെറ്റ് ചെയ്തു. ഞാൻ കൂടുതലും ട്രാവൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ നൈറ്റൊക്കെ എനിക്കിത് ആവശ്യം തോന്നാറുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഞാനിത് ഓർഡർ ചെയ്ത് വാങ്ങിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.